ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം. ഞാൻ ഫസ്റ്റ് ഒരു മോൾ ഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. തുണീനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ചാണ്. അത് 7 ഇഞ്ച് തന്നെ ആം ഹോളിൻ്റെ ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു റൗണ്ട് 13 ഇഞ്ച് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക. നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്കിന് വിഡ്ത്ത് 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നെക്ക് ലെങ്ത്ത് 5 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി അതൊരു സ്ക്വയർ ബോക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലൊരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴ്ഭാഗത്തേക്കുള്ള തുണീനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഒരു എ ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ് ചെയ്യുന്നത്. അപ്പം എ ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ലെങ്ത്ത് കണക്കാക്കിയിട്ട് അവിടെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ആം ഹോൾ കർവ് ഇതേപോലെ വെച്ചിട്ട് ആ മാർക്കിങ് കറക്റ്റായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കട്ടിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിൽ സ്ലീവ് മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സ്ലീവും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ പോർഷൻ കണ്ടതിന് ശേഷം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിലേക്ക് നെക്ക് അടിച്ച് മറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഒരു ചെറിയൊരു പീസ് തുണി ഉണ്ടല്ലോ, അതിൻ്റെ 4 സൈഡും നമുക്കിതുപോലെ മടക്കി അടിച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കിലേക്ക് മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടതിന് ശേഷം അതിൻ്റെ നടുക്കി കൂടെ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പിന്നെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം. ഇനി 2 സൈഡിലേക്ക് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി 3.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 5 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഒരു ഷേപ്പും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സൈഡിലും ഒന്ന് പിന്നും കൂടിയും കുത്തി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 3 സ്റ്റിച്ചൊക്കെ ഇട്ട് സെക്യൂർ ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സൈഡിലൊക്കെ കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കത് നല്ല നീറ്റായിട്ട് തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് തിരിഞ്ഞ് വരുമ്പോൾ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച ഡിസൈൻ അനുസരിച്ച് ആ ഒരു കോർണർ പോർഷൻസ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കതിനെ തിരിച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലെ നെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. അതല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നെക്ക് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് ഹെം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ഹെമ്മിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ഇനി ബാക്കിലും നെക്ക് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 3.5 ഇഞ്ച് തന്നെ വിഡ്ത്ത് കൊടുക്കുക. താഴേക്ക് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഞാൻ 3.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. നമ്മളിതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് പ്ലേലിസ്റ്റ് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് അപ്പോൾ 2 ഷോൾഡറും നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഒരു വട്ടം സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ ഇപ്പോൾ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് നിവർത്തി നോക്കുക കറക്റ്റായിട്ടാണോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് ഇതേപോലെ നോക്കി കഴിയുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ അത് നിങ്ങളൊന്ന് കെട്ടിട്ടിട്ട്
സെക്യൂർ ആവുന്ന രീതിയിൽ ഒന്ന് 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് വെച്ച് അടിച്ചില്ലായിരുന്നു നെക്ക്, അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഫുൾ ചുരിദാർ ആ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെം ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിലോ 1/4 ഇഞ്ചിലോ മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിന്മേൽ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താഴെ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കിട്ടും, അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്ലീവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് വീണ വിഷ്ണ എന്നുള്ള പേരിൽ ഒരു ഇൻസ്റ്റാ പേജ് കൂടിയുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ അതിലും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്ത എന്തെങ്കിലും വർക്കോ എംബ്രോയിഡറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ DM ആയിട്ട് ഷെയർ ചെയ്ത് തരിക പറ്റുന്നവരൊക്കെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു എലൈൻ ടൈപ്പ് ആയതുകൊണ്ട് ഇനി നമുക്കിത് താഴ്ഭാഗം വരെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി, വേറെ പരിപാടീസൊന്നുമില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ക്വിക്കായിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സൈഡ് ഷേപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിലായിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇട്ടിട്ടുള്ളൊരു പിക്ക് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. താങ്ക്